ഞാൻ ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ആ നെക്ക് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക കാണിച്ചുതരാം. ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈറ്റ് പിങ്ക് കളറുടെ നൂലാണ് എടുത്ത് ഇനി ഇത് ചെയ്ത് വെക്കുക. ചെയിൻ ഇടുക, 150 ചെയിൻ, 150 ചെയിൻ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ആദ്യം ചെയിൻ ഇട്ട് വയ്ക്കുക. ചെയിൻ ഇട്ട് വയ്ക്കുക. 150 ചെയിൻ ഇട്ട് ഈ ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്നും ഒരു സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഈ അറ്റം വരെ ചെയ്തെടുക്കുക സിംഗിൾ ക്രോഷ്യ. അതേമാതിരി ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ നിന്നും ഈ ഇതെടുത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇത് അവിടെ വരെ എത്തി. ഇനി ഇതിവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് ഇനി അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പക്ഷെ അങ്ങനെ വെച്ചാൽ ആദ്യം 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ഇവിടെ കണ്ടു. അടുത്ത ചെയിനിൻ്റെ മുകളിൽ ചെയ്താൽ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കും. 3 എണ്ണം. 4ാമത്തെ ഡബിൾ ക്രോഷ്യ ആവുന്ന സമയത്ത് 2 എണ്ണം വെച്ച് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തെടുത്ത് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. പിന്നെ 2 ചെയിൻ ഇടുക. ഇട്ടിട്ട് ഇവിടെ ഒരു 2 ഡബിൾ ക്രോഷ്യ, ആ ചെയിൻ്റെ ഉള്ളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേമാതിരി വന്ന് 4 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ. ഇനി അടുത്ത കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. 1 2 ചെയിൻ ഇടുക. എന്നിട്ട് ഇവിടെ അതായത് ഇപ്പോൾ നമ്മൾ നക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ 1ൻ്റെ മുകളിൽ ചെയ്ത് 1 2 3 എണ്ണം ഒഴിവാക്കുക. 3 എണ്ണം ഒഴിവാക്കി 4ാമത്തേൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ അതേമാതിരി തന്നെ ചെയ്യുക. ഇതേമാതിരി വന്നുകൊണ്ട്
ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ചെയിൻ ഇടുക. ഇട്ടിട്ട് 4 എണ്ണം ഒഴിവാക്കുക. 1 2 3 എണ്ണം ഒഴിവാക്കി 4-മത്തേൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ചെയ്യുക. ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ 2 ചെയിൻ ഇടുക, വീണ്ടും അതിൻ്റെ ആ ചെയിനിൻ്റെ ഉള്ളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു കണ്ടില്ലേ. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഈ 2 സൈഡൊക്കെ തയ്ച്ചെടുത്ത് കൊണ്ടുവരാം. 2 റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ച്. ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്ന വിധം ഈ നമ്മളിവിടെ ചെയിനിട്ട് വെച്ചില്ല, ആ ചെയിൻ്റെ ബോളിൽ നിന്ന് ചെയ്യില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ഇതിവിടെ അങ്ങനെ സിംഗിൾ ക്രോഷ്യ എടുത്ത് ജോയിൻ്റ് ആക്കി കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നടുക്കിലെത്തിയില്ലേ. ഇനി അടുത്ത 2 ചെയിൻ ഇട്ടുക. ഇനി ഇതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ. ഇനി 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അവിടെ അങ്ങനെ ഇതേമാതിരി വന്നിട്ടുണ്ട്. അടുത്ത കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. 2 ചെയിൻ അവിടെ ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ഇതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് 2 ഡബിൾ ക്രോഷ്യ. ഇത് 2 ചെയിൻ ഇടുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് അങ്ങനെ കഴിഞ്ഞില്ലേ. അങ്ങനെ വന്നു. ഇനി അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് കൊണ്ടുവരണം. കണ്ടോ, 2 ഈ നെക്ക് ഇതുപോലെ ചെയ്ത സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ 2 ലൈന് ചെയ്തെടുത്തിന്, ഒരു ലൈനും കൂടെ ഇതേമാതിരി ചെയ്തെടുക്കണം. കണ്ടോ, ഇതേമാതിരി തന്നെ ഒരു ലൈനും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്തെടുക്കുക. ഈ ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതുവരെ കൊണ്ടുവരണം. ഇങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ ഇത് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ്റ് ആകുക. ഉണ്ടോ, ഇവിടെ 2 ചെയിൻ ഇടുക, ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഇതേമാതിരി തന്നെ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതവിടെ ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആയില്ല. പിന്നെ 2 ചെയിൻ കൊടുക്കുക. കൊടുത്തിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും 2 ചെയിൻ ഇടുക. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെയ്തിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക 2 ഡബിൾ ക്രോഷ്യ. ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ട് ചെയിൻ ഇടുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതേ ഇതിൽ നമ്മൾ ചെയ്തെടുത്ത് അതേമാതിരി തന്നെ അതേമാതിരി 2 റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതല്ല, ഈ 2 ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ലൈനായി ഇവിടെ കണ്ടു. ഒരേമാതിരി 1
2 3 ഇനി അടുത്ത ലൈന് ചെയ്യുന്നതാണ്. അടുത്തതാ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കുക. കണ്ടോ, ഡബിൾ ക്രോഷ്യ കൊടുത്തു. പിന്നെ ഈ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കുക. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ കണ്ടോ. പിന്നെ അതാ ഈ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇത് ക്യാപ്പ് ഇടണമായിരുന്നില്ല, മറന്നു പോയതാണ്. ഇവിടെ കഴിഞ്ഞ് 4 ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് ഇതിനുള്ളിൽ കൂടെ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്പ് മാതിരി വരിക. അതേമാതിരി വന്നു അങ്ങനെ ചെയ്തു. ഇനി അടുത്തതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്തെടുക്കണം. ചെയ്തെടുത്തിട്ട് മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിൻ ഇട്ടിട്ട് ഇതിനുള്ള കൂടെ ജോയിൻ്റ് ആക്കി വരിക. കുറച്ച് പ്രയാസമുണ്ട് കൈക്ക്. ഇങ്ങനെ ചെയ്തെടുക്കുക. കണ്ടു. ഇനി ഇതാ ഈ ഇവിടെ പോകുന്നു. ഇനി ഇത് ചെയിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഒന്നാമത്തെ ആദ്യം ചെയ്തെടുത്തു. ഇത് ഇതേമാതിരി 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടതിന് ശേഷം ഇതിനുള്ള കൂടെ എടുക്കുക. അതിന് അടുത്ത ഒരു ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടില്ല. ഇനി ഒന്നും കൂടെ 3 എണ്ണം 2 എണ്ണം കൂടെ ചെയ്തിട്ട് രണ്ടെണ്ണം അതിനെ ഒന്നും കൂടെ ചെയ്തിട്ട് കുറച്ച് പ്രയാസം. 3 എണ്ണം ചെയ്തെടുത്തു. 3 ഡബിൾ ക്രോഷ്യ അതിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്തു. ഇതാ ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ 2 ഡബിൾ ക്രോഷ്യകൾ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലത്തെ ഓരോന്ന് ചെയ്തെടുക്കുക. ആദ്യം ഒരു ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇനി ഇതവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളൊന്നും ചെയ്തെടുക്കാം.
ഇങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ കണ്ട് ഇതേമാതിരി വന്നു. അങ്ങനെ വരും. വന്നു കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഇവിടെ ഒരു ചെയിനിടും. ചെയിനിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു അടുത്ത ചെയ്തതുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലെ ചെയിനിൻ്റെ നടുക്കിൽ ഇത് സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ജോയിൻ്റ് ആക്കുക. കണ്ടോ? അങ്ങനെ വന്നു. ഇനി അടുത്ത് ചെയ്യുന്ന വിധം ഇവിടെ ഒരു ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ ഇതായി 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക. കണ്ടോ? ചെയ്തെടുത്തിട്ട് 3 ചെയിനിടുക. കെട്ട് വീണിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇതേമാതിരി ചെയ്യാം. പിന്നെ അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി 3 ചെയിനിടുക. എൻ്റെ 4 എണ്ണമായിപ്പോയി. 3 എണ്ണമായിട്ടേ ഉള്ളൂ. 4 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തെടുക്കുക. ഇത് ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേമാതിരി ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തെടുക്കണം. ഉണ്ടോ? 1 ചെയ്തെടുത്ത് രണ്ടാമത്തെ ചെയ്തെടുക്കുക. എന്താ ഇവിടെ അങ്ങനെ കുടുങ്ങുന്നുണ്ട്, എന്താ അറിയില്ല. ഇതാ 2 ചെയിന്, ഒരു ചെയിനും കൂടെ ഇവിടെ ചെയ്തെടുക്കണം. അല്ല, ചെയിനല്ല, ഒരു ഡബിൾ ക്രോഷ്യ. എന്താ ഇവിടെ അങ്ങനെ ഇതാവുന്ന അറിയില്ല. ഇത് ഈ 2 ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്താ വേഗം വന്നു. ഇവിടെ എന്തെന്ത് വന്ന് ഞാൻ വന്നിട്ട് ഇവിടെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക.
ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് കണ്ട് ഇവിടെ കണ്ട് ഇതിൻ്റെ അകത്ത് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുത്തു. പിന്നെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ഈ റൗണ്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാനിത് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇതവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്.